പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലൊരു സ്മാർട്ട് സ്പീക്കർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ നെസ്റ്റ് മിനി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല ഇതിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്പീക്കർ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗൂഗിൾ നെസ്റ്റ് മിനി ആണ് ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് ആപ്സുകൾ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗൂഗിൾ ഒക്കെയാണ് ഇതിൻ്റെ പേര്, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏകദേശം 4500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഞാൻ വാങ്ങിയതല്ല, അതായത് പ്രൈസ് അടിച്ചതാണ്, ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ വണ്ടി എടുത്തിരുന്നു, ആൾട്ടോ കാറ്. അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സമയത്താണ് ഞാൻ വണ്ടി എടുത്തത്. അപ്പോൾ ഗിഫ്റ്റ് കാർഡിൽ അതിന് ഒരു ഗിഫ്റ്റ് കാർഡ് വന്നിരുന്നു. അപ്പോൾ അതിലാണ് നമുക്ക് ഇത് സ്പീക്കർ അടിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ സംഭവം കിട്ടിയത്. ജസ്റ്റ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പീക്കർ. ഓൾറെഡി ഇത് പൊട്ടിച്ച് വെക്കിരുന്നു കേട്ടോ. ഇത് പുറത്തൊക്കെ ഒരു കവറുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്മാർട്ട് സ്പീക്കർ. ഒരുപാട് ഉപയോഗങ്ങൾ ഇതിനെ കൊണ്ടുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ നമുക്കിതിൻ്റെ ചാർജറല്ല, ഇത് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് ബാറ്ററിയിൽ വർക്ക് ചെയ്യില്ല. നമ്മൾ അഡാപ്റ്ററാണിത്, അഡാപ്റ്ററിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യൽ. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്പീക്കർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്പീക്കർ, കണ്ടില്ലേ. പിന്നെ ഫുൾ ടച്ച് കൺട്രോളാണ്. ഇവിടെയൊക്കെ ടച്ച് കൺട്രോൾ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും. ഇത് നമ്മളെ മൈക്രോഫോൺ ഓൺ ചെയ്യേണ്ടതും ഓഫ് ചെയ്യേണ്ടതുമാണ്. പിന്നെ നമ്മളെ ഗൂഗിളിൻ്റെ ഒരു ജി ലോഗോ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇതിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് നമ്മളെ ചുമരിലൊക്കെ ഇങ്ങനെ വെക്കേണ്ട സംഭവമാണിത്. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ നമ്മളെ ഈ സ്പീക്കറിൻ്റെ കാര്യം. അല്ലേ, നല്ലൊരു സ്പീക്കറാണ്. അപ്പോൾ നമ്മളെ ആമസോൺ അലക്സ പോലുള്ള സ്പീക്കർ അതേ ടൈപ്പാണ് അത്. നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ. 15.4 വാട്ട്സിൻ്റെ അഡാപ്റ്ററാണ്. ജസ്റ്റ് നമുക്ക് ഇതേമാതിരി വരാൻ കിട്ടും. ഈ ക്ലിപ്പ് നമുക്കിതാ, കണ്ടില്ലേ, ഇതേമാതിരി നമുക്കിത് വരാൻ കിട്ടും. കണ്ടില്ലേ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഈ വയറിന് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് ലോഗോ ഇവിടെ കാണാൻ പറ്റും, ഗൂഗിളിൻ്റെ. അത് നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൺ ചെയ്ത് നമുക്കിത് വർക്ക് ചെയ്യാൻ ഒരു ആപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഗൂഗിൾ ഹോം എന്ന ആപ്പിൻ്റെ പേര്. ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് സ്പീക്കർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. വയറെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൽ നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചത് നമ്മൾ പ്ലഗിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഓണാവും. ഇത് വൈഫൈ വേണം, അതായത് നമുക്ക് ഇൻ്റർനെറ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ സ്മാർട്ട് ടി വി, സ്മാർട്ട് ഫാൻ, അതുപോലെ സ്മാർട്ട് ബൾബൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സ്പീക്കർ കൺട്രോൾ ചെയ്യും. പിന്നെ നമുക്ക് നോർമൽ ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ബൾബാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വോയിസിൽ നമുക്കിത് പറഞ്ഞാൽ ബൾബ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞാൽ ബൾബ് ഓൺ ചെയ്യും. നമ്മൾ അലക്സ പോലത്തെ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത് പ്ലഗിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാം. ഓണായി വരുന്നുണ്ട്. കുറച്ച് സമയം പിടിക്കും ഓണാവാൻ. കണ്ടില്ല, കുറച്ച് ടൈമിൻ്റെ പരിപാടിയാണ്.
ഈ രണ്ട് സൈഡിൽ കാണുന്ന നമ്മുടെ വോളിയം പ്ലസും മൈനസും ആണ്. കണ്ടില്ലേ, ഈ രണ്ടും നമ്മുടെ വോളിയം പ്ലസും മൈനസും. ഇതിൻ്റെ മൈക്ക് നമ്മൾ ഓൺ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് കേൾക്കത്തില്ല. ഓണായി വന്നിട്ടുണ്ട് നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു കാണിക്കുന്നത്, കണ്ടില്ലേ. നമ്മുടെ വോളിയം ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. നമുക്കിത് ഓക്കെ ഗൂഗിൾ, I can't connect to the Wi-Fi network. You might want to check the connection settings in the Google Home app. കണ്ടില്ലേ, നമ്മളിത് കണക്റ്റ് അല്ല, അതുകൊണ്ടാണ് അവർ കണക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കേണ്ടത് നമ്മൾ അലക്സ എന്നാണ് വിളിക്കല്. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാ, ഓക്കെ ഗൂഗിൾ. I can't connect to the Wi-Fi network. You might want to check the connection settings in the Google Home app. കണ്ടില്ലേ, കണക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കണക്ട് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട്, കാരണം അത് കുറേ പണിയാണ്, കുറേ സമയമുണ്ട്, എത്രയോ മിനിറ്റ് എടുക്കും, അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്, അതിൽ ഇൻ്റർനെറ്റും ഹോട്ട്സ്പോട്ടും ഓണാണ്. മാത്രമല്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണിൻ്റെ വൈഫൈയുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. നമ്മളെ സ്പീക്കറും കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൂഗിൾ, ഹു ആർ യു? I'm your Google Assistant, a new way to talk to Google. Hey Google, how are you? I'm fine. You're very kind to ask, especially in these tempestuous times. Hey Google, time now. It's 4:26 p.m. Hey Google, Chief Minister of Kerala. Pinarayi Vijayan is the Chief Minister of Kerala. Hey Google, Prime Minister of India. Narendra Modi is the Prime Minister of India. Hey Google, how many rivers in Kerala? "44 major." According to Wikipedia, there are 44 major rivers in Kerala, all but 3 originating in the Western Ghats. 41 of them flow westward and 3 eastward. Hey Google, how many states in India? Here's what I understood from the website india.gov.in. There are 28 states and 8 union territories in India. Do you want a little more context? Yeah. Okay. അപ്പോൾ ഈ സ്മാർട്ട് സ്പീക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.